എന്ത് സുഖാലേ, ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാം. ഇവനൊക്കെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കാതെ വല്ല ജോലിക്കും പോയിക്കൂടെ? ഒരു ചായ. ചേട്ടാ, കടുപ്പം എങ്ങനെയാ? ആയിക്കോട്ടെ. മധുരവും അതും ആയിക്കോട്ടെ. ചേട്ടാ, മധുരവും കടുപ്പവും കൂട്ടിയെടുക്കട്ടെ? അല്ല, മനസ്സിലാവാത്തോണ്ടാ. മോനെ, മോനറിയാവുന്ന പോലെ ഒരു ചായ എടുക്കാം. പോയി ചായ എടുത്തു കൊറ. ഹലോ, എവിടെന്നാ? കുറച്ച് ദൂരെന്നാ. ഏതൊരു സ്ഥലമില്ലേ? മണാലി. കണ്ണമാലി. ഞങ്ങളുടെ പാർട്ടിയോടെ ഭയങ്കര സ്ട്രെങ്ത് അല്ലേ? താൻ നോക്കിയോ, ഒരു ദിവസം സ്റ്റൗ പൊട്ടിത്തെറിക്കും. എൻ്റെ കരുന്നാ കണ്ട് പൊട്ടും. എന്ത് ചായടാ? എനിക്കിതേ അറിയൂ. ഹലോ. ആ, ഞാനാ ലാലി. എന്തടാ? ഓനച്ചാ, എഞ്ചിനീയർ വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിൽ ഓഫീസിലെത്തും. പോടാ. ഓനെ, നിന്നെ പറ്റിച്ചാൽ എനിക്ക് വിഷമമുണ്ടടാ. പക്ഷേ ഇപ്പൊ നേരിട്ടാ എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞത്. നീ വെച്ചിട്ട് പോ. എഞ്ചിനീയർ തേങ്ങ. എത്രയായി? 8. 500 ചില്ലറതാ സാറേ. ഇത് KFC ഒന്നല്ല. അതെന്താ KFC? അത് സർക്കാരിന്റെ ചിട്ടി കമ്പനിയാടാ. അത് KCB അല്ലേ? നീ മന്ത്രി അവിടെ ഉറപ്പ്. അതിങ്ങനെ പയ്യെ പറയണം. ഇല്ലാത്തത് എങ്ങനെയാണ്? ഇനിയുള്ളത് 500. എങ്കിൽ കുറച്ചപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടാ സാറേ. മൊബൈലാണോ? ആ, ഞാൻ ഇവിടെ വെച്ചതാണ്. ഇതിവിടെ ഇരിക്കട്ടെ സാറേ. സാർ ആദ്യം പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടോ. സാറ് ബൈക്കിൽ ലോകം ചുറ്റുന്ന വലിയ ആളല്ലേ, തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് എന്താ ഒരു ഉറപ്പ്? സാറ് പോയിട്ട് വേഗം വാ സാറേ. ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പിള്ളേരെലമ്പാണ് കേട്ടാ. ഒരു കേക്കിങ്ങാടാ ഒന്ന് പോടാ. ഉരിഞ്ഞുരിഞ്ഞ് തട്ടുകയാണല്ലേ, ആ തൊലിയെങ്കിലും കളയടാ. സിഗരറ്റുണ്ടോ? ഉണ്ട്. ചായക്ക് എത്രയായി? 8. ബാക്കി 992 രൂപയ്ക്ക് കിങ്സ്. ഇത്രയും കാശിന് ഇവിടെ ഇല്ല. ഉണ്ട് സാറേ, ഉണ്ട്. എടുത്തു കൊടുക്കടാ. സ്വന്തമായിട്ട് കട ഉണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ടാൽ മതി കേട്ടാ. ഇതുകൊണ്ട് നീ കോലുമുട്ടായി വാങ്ങിക്കഴിച്ചു. റേഷൻ കാർഡ് ഉണ്ടായിരുന്നു. ഓനച്ചാ, എഞ്ചിനീയർ വന്നെന്ന്. കർത്താവ് നേരാണോ? ഉള്ളതാണ്. ഞാൻ കരുതിയ ലാലിച്ച് എനിക്കിട്ട് പണിതാണെന്ന്. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കട്ടെ. നീ എത്രയും പെട്ടെന്ന് മാത്തുക്കുട്ടിയെ സംഘത്തെ എവിടെ എത്തിക്കും. അപ്പൊ കാശിരോ? പിള്ളേരെ കുട്ടിയൊക്കെ വരണം. പറയുമ്പോലെ നീ അങ്ങോട്ടല്ലേ, ഞാനും വരട്ടെ. ദൈവമേ, കാലും വയ്യ. അതിനേക്കാളി ഭേദം നടക്കുന്നതായിരുന്നു. നിനക്ക് ലൈസൻസ് ഉണ്ടാടാ? സ്വന്തമായിട്ട് വീടില്ല, അവനാണ് ലൈസൻസ്. ഇതിന് പോണെങ്കിൽ 2 പേർക്ക് ഹെൽമെറ്റ് വേണമല്ലോടാ. ഹലോ, ആരാ? എന്ത് വേണം? കന്നിമൂല കയ്യും കെട്ടിക്കാൻ വല്ലോ ചെയ്. എന്തോന്നത്? ഇടാ പാപ്പനവിടാ. അവിടെ കരിയും കുത്തിരിപ്പുണ്ട്. എന്തൊരു സെന്റിമെന്റ്സ് ആയിരുന്നു അവിടെ ഇരുന്നു. സഖാവേ, വെടിയെല്ലാം റെഡിയല്ലേ? നിങ്ങളുടെ പാർട്ടിക്ക് പിന്നെ അതില്ലാതെ പറ്റില്ലല്ലോ. എന്തോ കേട്ടില്ല. വെടി റെഡിയാന്ന് പറഞ്ഞതാ. പക്ഷേ ഈ കളർ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഈ കളറാ ഇപ്പൊ തരംഗം. പക്ഷേ ഈ പാല പണി കൊണ്ടുവന്ന ഞങ്ങളാ, അത് മറക്കണ്ട. വിളിക്കാത്തടത്ത് വലിഞ്ഞു കയറി വന്നിട്ട് തരംഗമാണ് പോലും. എന്താ മാത്തുക്കുട്ടി ചേട്ടാ ഇത്? മീൻ വാങ്ങിക്കാൻ പോകുന്ന പോലെ യൂണിഫോം ഒന്നും ഇല്ലേ? ഷർട്ട് ഇടാൻ ഈ പാപ്പ സമ്മതിക്കണ്ടേ? അലക്കിയിട്ടിരിക്കുക. അലക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ അദ്ദേഹം വന്ന് അങ്ങ് തകർത്തേക്കണം. പടക്കം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പെരുപ്പിക്കല.
ഓക്കെ ചേട്ടൻ ദയമായി പൊക്കോ, നമുക്ക് അടിപൊളിയാക്കാം. അച്ഛാ ടീക്കേ ആയേ എല്ലാരും ആയേ പെട്ടെന്ന് ആയേ ആ ഊട്ടടുത്തായി. സാറേ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തനിക്കൊന്നും നാണമില്ലടോ. ഇല്ല സാർ, ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എൻ്റെ പാർട്ടിക്കും വേണം. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അല്ല സാറിന് എഞ്ചിനീയർ സാറിനെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ അല്ല ടോട്ടൽ ആളെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതെനിക്ക് വഴിയാ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങോട്ടുള്ള വഴിയാ. കഷ്ടം. ദാ വരുന്നു എൻ്റെ രാശി. വന്നപ്പോ തന്നെ ഇവിടുത്തെ ആളുകളെയൊക്കെ മനസ്സിലായല്ലോ. ഈ താണ് ഐറ്റങ്ങൾ കഴിഞ്ഞ ദിവസം സാറിന് തരാൻ വേണ്ടി ഇവിടെ ഗംഭീര സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ വരാതിരുന്നത്. അതെങ്ങനെ? കൃഷ്ണൻ ലാലിച്ചൻ നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ അത് ശരി. പിന്നെ ഗസ്റ്റ് ഹൗസിലെ താമസമൊക്കെ എങ്ങനെ? ഓക്കെ ആണോ? ഒരു ടെന്റ് മതിയായിരുന്നു. പല പ്രാവശ്യം ഞാൻ സാറിനെ അന്വേഷിച്ചതാണ്, പക്ഷെ കുറച്ചാളായിട്ട് വർക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നല്ലോ. ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയ്ക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി. ഇത് കഴിഞ്ഞാലും പോവാലോ. കറങ്ങി നടന്നു. ഭാഗ്യവാൻ. ഭാഗ്യവാൻ ഞാൻ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇതൊരു നാട്ടുമ്പുറമായതുകൊണ്ട് ഇവിടെ കൈയിട്ട് വാരലുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ഏറ്റെടുത്ത്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓനച്ചനെ പോലുള്ള ചിലരൊക്കെ ഉണ്ട്. അങ്ങനൊരു വേണം, നല്ലൊരു രസമുള്ളൂ. അപ്പം എപ്പം നമ്മൾ തുടങ്ങുന്നു? തുടങ്ങിയേക്കാം. പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് അപ്രോച്ച് റോഡിൻ്റെ പണിയും കൂടി ഇതിനകത്തൊന്ന് ഉൾപ്പെടുത്തണം. പിന്നെ വേറൊരു കേസുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞോളാം. നോക്കട്ടോ, നമുക്ക് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം അങ്ങനെ നമുക്കൊന്ന് കൂടട്ടെ. പിന്നെ കൂടല്ലേ? ആ ലാലിച്ചെന്ന് പറഞ്ഞ രക്ഷ ഇവിടെ ഉണ്ടോ? എനിക്കൊരു സാധനം വേണ്ടായിരുന്നു. സാധാരണ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചെന്ന് കേൾക്കലാണ് പതിവ്. ആഹാ. ലാലിച്ചോ, ലാലിച്ച. ചിന്നപ്പോ ഒരു ചായ തരൂ. ഞാനിപ്പോ ആർട്ട് വർക്കില്ല സാറേ. സാർ എന്നിട്ട് കഴിച്ചു. കലക്കൻ ടീഷർട്ടാണല്ലോ സാറേ. താടിയുള്ള ടീഷർട്ടോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു സാറേ. വേണോ? വേണമെന്ന് പറഞ്ഞാൽ സാർ തരുമോ? ഞാനത് വാഷ് ചെയ്തിട്ട് നാളെ തരാം. ഞാൻ തന്നെ വാഷ് ചെയ്തോളാം. ഈ വാഷ് ചെയ്ത സമയം കൊണ്ട് സാറിന്റെ മനസ്സ് മാറിയാലോ. സാറേ ചായ എടുത്ത് ഇവിടെ ഉള്ള സ്ഥലത്തോ.